കൊല്ലം സുധി എന്ന ടെലിവിഷൻ കലാകാരന്റെ അപ്രതീക്ഷിതമായ മരണത്തോടെയാണ് ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ പുറം ലോകം അറിയുന്നത്. ഭാര്യ രേണുവിനെയും പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് 2 വർഷം മുമ്പ് സുധി യാത്രയായത്. കൊല്ലം സുധിയുടെ മരണത്തിന്റെ വേദനയിലും സുമനസ്സുകൾ ഒന്നു ചേർന്നപ്പോൾ രേണു സുധിക്കും മക്കൾക്കും സ്വന്തമായ വീടൊരുങ്ങി. സ്റ്റാർ മാജിക് അവതാരികയായ ലക്ഷ്മി നക്ഷത്ര സാമ്പത്തികമായി സുധിയുടെ കുടുംബത്തെ സഹായിച്ചിരുന്നു. കൊല്ലം സുധി മരിച്ച ശേഷം ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിൽ നിരവധി തവണ രേണുവിനെയും മക്കളെയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇത് സ്വന്തം യൂട്യൂബിന്റെ റീച്ച് കൂട്ടാനുള്ള ലക്ഷ്മി നക്ഷത്രയുടെ തന്ത്രമാണെന്ന് പറഞ്ഞ് വലിയ വിമർശനങ്ങളും അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. സുധിയുടെ മണമുള്ള പെർഫ്യൂം പ്രത്യേകമായി നിർമ്മിച്ച് രേണുവിന് സമ്മാനിച്ചതും വലിയ വിവാദമായിരുന്നു. ഇക്കാര്യത്തിൽ സ്റ്റാർ മാജിക്കിലെ സഹതാരങ്ങളും ലക്ഷ്മി നക്ഷത്രയെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇതൊക്കെയാണെങ്കിലും 2 പേരും ആ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ നല്ല മനസ്സിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. ആരുമില്ലാത്ത സമയത്ത് തങ്ങളെ ചേർത്തു നിർത്തിയത് ലക്ഷ്മി നക്ഷത്രയാണെന്ന് ഇതിനോടകം പലതവണ രേണു സുധി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിന്റെ സ്റ്റാർ മാജിക് എന്ന പരിപാടി ഉണ്ടായിരുന്ന കാലം തൊട്ട് എല്ലാ മാസവും ഒരു തുക ലക്ഷ്മി നക്ഷത്ര തങ്ങൾക്ക് നൽകാറുണ്ടെന്നും ഇക്കാര്യം പല അഭിമുഖങ്ങളിലും രേണു ആവർത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ലക്ഷ്മി നക്ഷത്ര നടത്തുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും രേണു വ്യക്തമാക്കി. അടുത്ത കാലത്ത് റീൽസുകളിലൂടെയും ഷോർട്ട് ഫിലിംസുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ രേണു സുധി വൈറലായിരുന്നു. അഭിനയിക്കാനാണ് തനിക്കിഷ്ടമെന്ന് വ്യക്തമാക്കിയാണ് രേണു സുധി മറ്റു ജോലിയിലേക്ക് പോകാതെ അഭിനയ രംഗം തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലുമെല്ലാം അഭിനയിച്ച് രേണു സുധി തിരക്കിലാണ്. രേണു സുധിയുടെ വസ്ത്രദാനത്തിനെതിരെയും ഫോട്ടോഷൂട്ടിനെതിരെയും വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് രേണു മുന്നോട്ട് പോകുന്നത്. തന്റെ ഇപ്പോഴത്തെ വരുമാനമാണ് ഇതെന്നും അഭിനയിക്കുന്നതിൽ മക്കൾക്കും ഇതിൽ പിന്തുണയുണ്ടെന്നും വിമർശനത്തിൽ രേണു വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ലക്ഷ്മി നക്ഷത്രയുമായി പഴയ സൗഹൃദം ഇല്ലെന്ന തരത്തിലുള്ള നിരവധി ഓൺലൈൻ ചാനലുകളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ ഇരുവരും തയ്യാറായിട്ടില്ല. തങ്ങൾ ഇപ്പോഴും പരസ്പരം മെസ്സേജ് അയക്കാറുണ്ടെന്നും തിരക്കിലായതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റാറില്ല എന്നും രേണു സുധി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തിരക്ക് കാരണമാണ് ലക്ഷ്മി നക്ഷത്ര തന്റെ വീട്ടിലേക്ക് വരാത്തതെന്ന് രേണു വ്യക്തമാക്കുമ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന മട്ടിൽ അഭ്യൂഹങ്ങളും പരക്കുകയാണ്. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ലക്ഷ്മി നക്ഷത്രയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് വീണ്ടും വ്യക്തമാക്കുകയാണ് രേണു. യൂട്യൂബ് ചാനലിന്റെ മാർക്കറ്റിന്റെ ഭാഗമായിട്ടല്ലേ ലക്ഷ്മി നക്ഷത്ര രേണുവിന് വെച്ച് പുതിയ വീഡിയോകൾ ചെയ്തതെന്നും അവതാരിക ചോദിച്ചു. മാർക്കറ്റ് ചെയ്യുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നും ആരുമില്ലായിരുന്ന സമയത്താണ് ആ കുട്ടി ഒരു വരുമാനം നൽകിയതെന്നും രേണു സുധി മറുപടിയായി പറഞ്ഞു. സ്റ്റാർ മാജിക് പരിപാടി ഉണ്ടായിരുന്ന കാലത്തോളം ഒരു വരുമാനം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ എൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ല, രേണു സുധി കൂട്ടിച്ചേർത്തു.